ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ആദ്യമായിട്ട്, അല്ലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ മാറ് മറക്കണം, ഈ മറ്റേ ബ്ലൗസ് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവന്മാര് തിരിച്ചു പോയിട്ട് ഇവന്മാര് ഇതെല്ലാം ഊരി കളഞ്ഞു. എന്നിട്ട് ഫ്രീഡം എന്നും പറഞ്ഞിട്ട് നടക്കുമ്പോ ഇവിടെ ഉള്ളവരിപ്പോഴും അത് പാടില്ല. കാരണം ആ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത അവരാണ്. അതിന് മുന്നേ വരെ അതെന്താന്നറിയോ ബ്രോ, ഇതില് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് അന്ന് മാറ് മറക്കാൻ സമരം നടത്തി, ഇന്ന് മാറ് തുറക്കുന്നു എന്നുള്ള ആ ഒരു സ്ഥിരം ഒരു കളിയാക്കിക്കൊണ്ടൊക്കെ പറയുന്ന ഒരു കാര്യം. അതിന് ഹാഷിറിന്റെ ഒരു മറുപടി ഉണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിന്തകൾ നമുക്ക് നോക്കാം. അത് ഇവിടെ അത് പ്രശ്നമായിരുന്നു. അതായത് ഒരാൾക്കാർ പറയുന്നത് കേട്ടാണ് അത് ചെയ്യുന്നത്, മനസ്സിലായില്ല. അത് ആജ്ഞാപിച്ചാണ് അങ്ങനെ നിൽക്കുന്നത്. അവരുടെ ജീവിതം അവരെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു പ്രശ്നമായി കണ്ടോണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ മാറ് മറക്കുന്ന അതിനൊക്കെ എതിരെ നിന്നത്. അതിപ്പോ അവർ ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ ഒരു ചോദ്യം ചെയ്തില്ലായിരുന്നു, മനസ്സിലായില്ലേ. തിരിച്ചു പോയിട്ട് അത് ചെയ്യുന്ന അവിടെ അത് ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ജീവിത രീതി വെച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അത് മാറ്റിയിട്ട് വേറെ രീതിയിലാക്കി. അത് ബ്രിട്ടീഷുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതും അവർ മാത്രമല്ല, ഇവിടെയുള്ള പല ആൾക്കാർ അതിനു വേണ്ടി സമരം ചെയ്തും ഓരോ കാര്യങ്ങൾ ചെയ്താണ് അവരെ കൊണ്ട് അങ്ങനെ തീരുമാനം. ലോജിക്കലായി അത് സമർത്ഥിച്ചിട്ടുണ്ട്, ശരിയാണ്. അതായത് അന്ന് പിന്നെ മാറ് മറക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടത്തുന്നത് മാറ് തുറന്നിടൽ നിർബന്ധാവസ്ഥ, ആ നിർബന്ധാവസ്ഥക്കെതിരായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അന്നത്തെ പോരാട്ടം. ആ നിർബന്ധിതാവസ്ഥ ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലാണ് ഇവിടെ ഹാഷിറോടെ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ആർഗ്യുമെന്റ് ശരിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ന് മാറ് തുറക്കുന്നു അതൊരു സ്വാതന്ത്ര്യമാണ് എന്നുള്ളത്. ഇന്ന് ഇഷ്ടത്തിനനുസരിച്ചാണ് മാറ് തുറക്കുന്നത്. മാറ് അടക്കണമെങ്കിൽ അടക്കും ചെയ്യാം, തുറക്കണമെങ്കിൽ തുറക്കും ചെയ്യാം. അപ്പൊ അതിലാരും പരാതിപ്പെടേണ്ട ആവശ്യമില്ല. തുറക്കുന്നവർ തുറക്കട്ടെ, അടക്കുന്നവർ അടക്കട്ടെ. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്ന് എന്ന് പറഞ്ഞാൽ മാറ് നിർബന്ധമായിട്ടും തുറപ്പിക്കുകയായിരുന്നു. അപ്പൊ അന്ന് അടക്കുക എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതാണ് ആക്ച്വലി പറഞ്ഞു വെക്കുന്ന ആകത്തുക എന്ന് പറയുന്നത്. ആ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് മാറ് തുറക്കുന്നത്, അതായത് ഇന്ന് പല കുട്ടികളും സ്വന്തം ഇഷ്ടപ്രകാരം എന്ന രൂപത്തിൽ ശരീരം പ്രദർശിപ്പിക്കുന്നു, നഗ്നത പ്രദർശിപ്പിക്കുന്നു, ഫാഷൻ എന്ന പേരിൽ ഒക്കെ അത് ചെയ്യുന്നു. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. യെസ്, നമ്മളിങ്ങനെ പുറത്തിങ്ങനെ നോക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി ഇപ്പോൾ ഈവൻ റാഡിക്കൽ ഫെമിനിസ്റ്റുകളൊക്കെ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ ഉദ്ധരിച്ച ഇൻഡസ്ട്രിയൽ വജൈന പോലെയുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ ഷീല ജഫ്രീസിനെ പോലെയുള്ള ഒരുപാട് ഈ ഇത്തരത്തിലുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഒരു ചോയ്സാണ്, അവർ സ്വന്തമായി എടുക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവരുടെ ചോയ്സ് അല്ല. അവിടെ ഒരു സോഷ്യൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ശരിയാണ്, നേരിട്ട് വന്നിട്ട് ആരെങ്കിലും നീ മാറ് തുറക്കടി അല്ലെങ്കിൽ നിന്റെ ശരീരം കാണിക്കടി എന്ന് പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് എന്തുണ്ട്, അവിടെ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്. അതെ, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഫിറ്റിനാവാൻ, അതായത് എനിക്കൊരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു റെക്കഗ്നീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ രൂപത്തിലൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലൊക്കെ നടന്നാൽ, ഇന്നൊരു ഷേപ്പിലായാൽ അല്ലെങ്കിൽ ഇന്നൊരു നിറത്തിലായാൽ മാത്രമേ എനിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ എന്ന ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ അടക്കം വിമർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഫാഷൻ സ്റ്റാൻഡേർഡുകളും അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിൻ്റെ സ്റ്റാൻഡേർഡുകളും സെറ്റ് ചെയ്യപ്പെട്ടാൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ സെറ്റ് ചെയ്യപ്പെട്ട സ്റ്റാൻഡേർഡുകളിലേക്ക് ഫിറ്റിനാവാൻ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ നിർബന്ധിതരാകുന്നു. അതായത് അന്നും പ്രഷർ നടക്കുന്നുണ്ട്, ഇന്നും പ്രഷർ നടക്കുന്നുണ്ട്. അന്നത്തെ അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നിർബന്ധിക്കുന്നതിൻ്റെ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റാണ്. അത് കുറച്ചും കൂടി ബലപ്രയോഗിച്ചുകൊണ്ടുള്ളതാണ്. അത്തരത്തിൽ ഫോഴ്സ്ഡായി അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ശാരീരിക പ്രയാസങ്ങളടക്കം ഉണ്ടാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ്. ഇന്ന് അങ്ങനെ പറ്റൂല. കാരണം ലോകത്തിൻ്റെ ഗതി എല്ലാ നിലക്കും മാറി. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി അത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ആളുകൾ സംസാരിക്കാൻ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ആ കാര്യം നടക്കില്ല. പക്ഷേ അത് അന്ന് നടത്തിയത് ആരാണോ, അന്ന് നടത്തിയത് കുറച്ചും പുരുഷ മേൽക്കോയ്മുള്ള ആളുകളായിരുന്നു, പുരുഷ മേലധികാരികളായിരുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ സൗന്ദര്യം കാണണം, സൗന്ദര്യം ആസ്വദിക്കണം. അത് എല്ലാ സ്ത്രീകളുടെയും സൗന്ദര്യം ആസ്വദിക്കണം. അപ്പോൾ അവർ ആ എല്ലാ സ്ത്രീകളുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി തങ്ങളുടെ സ്ത്രീകളല്ലാത്ത ബാക്കി എല്ലാവരോടും മാറ് തുറക്കാൻ പറഞ്ഞു, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പറഞ്ഞു. അവർക്കറിയുന്ന ഭാഷയിൽ അവർ നിർബന്ധിച്ചു. അവരുടെ ഭാഷ അതായിരുന്നു. എന്നാൽ ഇന്നും അതേപോലെ പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്, അവർക്കത് കാണാനുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് ആ പഴയ ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ പുതിയ ഭാഷയിൽ അത് അവതരിപ്പിക്കുന്നു. ആ അവതരണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഏറ്റവും ബെസ്റ്റ് രൂപം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ, അവൾ സമൂഹത്തിന് മുന്നിൽ ഏറ്റവും മികച്ചവളാവണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യതയുള്ള അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ
നിങ്ങൾ ഇങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിരിക്കണം, നിങ്ങളുടെ കവിൾ അത് ബ്ലഷ് ആയിരിക്കണം, നിങ്ങളുടെ ചുണ്ട് ചുവന്ന് തൊടുത്തതായിരിക്കണം, നിങ്ങളുടെ തൊലി അത് ഗ്ലോ ഉള്ളതായിരിക്കണം, ഫെയർ ആയിരിക്കണം, ഗ്ലേസിങ് ഉള്ളതായിരിക്കണം, നിങ്ങളുടെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത്. മുമ്പ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലായിരുന്നു, മുമ്പ് ജസ്റ്റ് ഒന്ന് അഴിക്കാനേ പറയാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായ സ്പെസിഫിക്കേഷനിലൂടെ അങ്ങനെ ആയിരിക്കണം നിങ്ങളെന്ന് അവരോട് പല രീതിയിൽ പറയുന്നു. എങ്ങനെയൊക്കെ പറയുന്നു? അവരുടെ സിനിമകളിലൂടെ പറയുന്നു, സിനിമകളിലൂടെ ഹീറോയിനെ പ്ലേസ് ചെയ്തിട്ട് പറയുന്നു, ഈ ഹീറോയിൻ അങ്ങനെ കണ്ടില്ല, ഈ ഹീറോയിനെ ഇതുപോലെ ആവണം. നേരിട്ട് വന്നിട്ട് ഈ ഹീറോയിനെ പോലെ ആവണമെന്ന് പറയില്ല. നിരന്തരം പല സിനിമകളിലൂടെയും പല രൂപത്തിലും എന്ത് ചെയ്യുന്നു, ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഹീറോകളെ പ്ലേസ് ചെയ്യുന്നു. ഇപ്പം ആഡുകളിൽ, ഇപ്പം പരസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ നിരന്തരം ഇതാണ് സൗന്ദര്യത്തിന്റെ മൂർത്തി രൂപം, അല്ലെങ്കിൽ ഇങ്ങനെ ആവലാണ് ബെസ്റ്റ് എന്ന് പറയുന്നു. അതിൽ അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തരും സ്വയം എന്ത് ചെയ്യുന്നു, ആലോചിക്കുക ഞാൻ അതിലേക്ക് ഫിറ്റിനാണോ. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ലോകത്തൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള, ഈവൻ ടീനേജ് ഗേൾസിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളതാണ് ഈ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സ്വന്തം ഇമേജിനെ കുറിച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ. കാരണം എന്താ, ഇവർ ഈ ഐഡിയലായിട്ട് കാണുന്നത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ ഹിപ്പ് റേഷ്യോ, അതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ, അതായത് പുരുഷൻ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ഏതാണോ അതാണ് ഈ ഐഡിയലായിട്ട് അവതരിപ്പിക്കുക. അത് ശാരീരിക പ്രയാസങ്ങൾ ഇപ്പോൾ പല ആളുകളും പല സ്ത്രീകളും പറയാൻ കാണാൻ കഴിയും. ഇപ്പോൾ അവർക്ക് ലിപ്സ്റ്റിക് അടക്കമുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒന്ന് ആലോചിച്ച് ആണുങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച്, അത് ആണുങ്ങളുടെ സ്റ്റാൻഡേർഡാണെന്നുള്ളത് എഴുതി കാണിച്ചിട്ട് ഓക്കെ ആണുങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഡ്രസ് ചെയ്യുക, അങ്ങനെയല്ല. അവർ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് അൽഗോരിതം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാറ്റുന്നു. അതിനനുസരിച്ച് ഫിറ്റിനാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈഫിൽ പ്രയാസം സഹിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുക. അതേപോലെ തന്നെ അൺഹെൽത്തി ഡയറ്റുകൾ സ്വീകരിച്ചിട്ട്, അതായത് ഒരു പരിധിക്കപ്പുറം ഹെൽത്തി അല്ലാത്ത, ആരോഗ്യകരമല്ലാത്തൊരവസ്ഥയിലേക്ക് ശരീരം മെലിഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ശരീരത്തിൻ്റെ ഷേപ്പ് കൊണ്ടുപോകാൻ സർജറികൾ ചെയ്യുക, അൺഹെൽത്തി ഡയറ്റുകൾ ഫോളോ ചെയ്യുക. എന്തിന്? ആണിന്റെ കണ്ണിന് പ്ലീസിങ് ആകുന്ന രീതിയിൽ. പക്ഷേ പല പെൺകുട്ടികളൊക്കെ പറയുന്നത് ഞങ്ങൾ ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞങ്ങൾ പറയുന്നത് ഒരിക്കലും കോൺഫിഡൻസിന് വേണ്ടിയാണ്. നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആണുങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നല്ല, ആണുങ്ങൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിന് അനുസരിച്ച് അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ശരിക്കും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ സ്വയമാണ് കൺട്രോൾ ചെയ്യുന്നത് വിചാരിക്കരുത്. ആ നിങ്ങളുടെ ഇഷ്ടത്തെ തീരുമാനിക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതിനെ ബാക്ക് ചെയ്യുന്ന അൽഗോരിതം അവിടെ കിടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ അവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു സ്ട്രക്ചറും സിസ്റ്റം അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ 5, 6, 7, 8, 9 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും സിനിമയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെ നമ്മളുടെ മുന്നിൽ പ്രസൻറ്റഡ് ആകുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് ആവുകയാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ സാധനമാണ് ഈ ഹീൽ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഹീൽ ഷൂകൾ. ആ ഹീൽ ആയിട്ടുള്ള അതിന് പല ലക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഹൈറ്റ് തോന്നിപ്പിക്കാനെന്ന് പറയാറുണ്ട്. മറ്റൊന്ന് നടക്കുന്നത് കുറച്ചും കൂടി ഹിപ്പ് അനങ്ങുന്ന രീതിയിൽ, ആണുങ്ങൾക്ക് അട്രാക്റ്റഡ് ആകുന്ന രീതിയിൽ നടക്കാനെന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു ട്രെയിനിങ് വേണ്ട സാധനമാണ് മനസ്സിലായത്. അത് ഇതിട്ട് നടക്കാൻ ആൾക്ക് പറ്റില്ല, പെൺകുട്ടികൾക്ക് പറ്റില്ല, ഭയങ്കര പ്രയാസമാണ് നടക്കാൻ ഹീലിട്ടിട്ട്, അല്ലെങ്കിൽ ഹീലിലെ ഷൂവോ ചെരുപ്പോ ഇട്ടിട്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് നടക്കുക. എന്തിന്? ആണുങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര പ്രയാസപ്പെട്ട് പെൺകുട്ടികൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് എന്തോ ട്രെയിനൊക്കെ ചെയ്ത് ബുദ്ധിമുട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അവർ ബുദ്ധിമുട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്കില്ലാത്തൊരു പ്രഷറാണ്. ആ പ്രഷർ നിങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ സ്വസിദ്ധമായ താല്പര്യം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഇച്ഛ കൊണ്ടും നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുക? സാധാരണ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഒരു കുറുക്കന് പിന്നെ കോഴിയെ തിന്നണം എങ്കിൽ മുമ്പുള്ള കുറുക്കന്മാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നേരെ വന്നിട്ട് കോഴികളെ പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം അങ്ങനെ കോഴികളെ പിടിക്കാൻ കുറച്ച് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം കുറുക്കന്മാർ ചെയ്യുന്നത് വെച്ചാൽ കോഴിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നമുക്ക് കോഴികൾക്ക് ശാക്തീകരണം വേണം, നമ്മൾക്ക് വേണ്ടത് എന്താ ചോദിച്ചാൽ ഈവൻ കുറുക്കന്മാരുടെ ഗുഹയിലേക്ക് അടക്കം പോകാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ ഒരു ശാക്തീകരണമാണ് നമുക്ക് വേണ്ടത്. വളരെ പിന്നെ ബ്രേവ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറുക്കൻ്റെ ഗുഹയിലേക്ക് പോകുന്നു. അത്ര സ്വൈര്യവികാരത്തോടു കൂടി നമുക്ക് നടക്കാൻ സാധിക്കുന്നു. അതാണ് നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെയാണ്. ആ ശരി. അപ്പം ഈ പറഞ്ഞ കോഴികളെന്താ ഇതെന്റെ തീരുമാനമാണ്, ഈ കുറുക്കൻചേട്ടൻ എനിക്ക് വേണ്ടി കുറുക്കൻചേട്ടൻ സംസാരിക്കുന്നത്, എൻ്റെ മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ മാനിപ്പുലേഷനിൽ എന്ത് ചെയ്യാണ്, കോഴി വീഴുകയാണ്. അപ്പോൾ കോഴിയുടെ വാദം എന്താ, ഇതെൻ്റെ തീരുമാനമാണ്, ഞാനാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ്? കുറുക്കൻ്റെ താല്പര്യമാണ്. ആ കുറുക്കൻ്റെ താല്പര്യത്തിനനുസരിച്ച് കോഴിയെ മാനിപ്പുലേറ്റ് ചെയ്യും. സിമ്പിളി ഇപ്പോൾ
കോഴി കുറുക്കന്റെ ഗുഹന്റെ അടുക്ക് വന്നുകൊണ്ട് കോഴിക്കാണെന്ന് നാട്ടം കുറുക്കനെ നാട്ടം, സിമ്പിൾ ഇത്ര ആലോചിച്ചാൽ മതി. അതായത് സ്ത്രീയുടെ നഗ്നത ശരീരം കാണണം എന്നുള്ളത് ഈ പറഞ്ഞ ഞരമ്പ് രോഗികളായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സ് ഉള്ള പുരുഷന്മാരുടെ ആവശ്യമാണ്. പുരുഷാധിപത്യത്തിന്റെ ആവശ്യമാണ് സ്ത്രീയുടെ നഗ്നത കാണാന്നുള്ളത്. അന്നത്തെ കാലത്ത് അത് മാറി തുറപ്പിച്ചുകൊണ്ട്, ഫോഴ്സ്ഫുള്ളി തുറപ്പിച്ചുകൊണ്ട് ചെയ്തു. ഇന്നത്തെ കാലത്ത് അത് ഒരു മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീയെ കൊണ്ട് തന്നെ ഇത് തുറക്കലാണ് എന്റെ എംപവർമെന്റ്. അവൾ ചെയ്യുന്നതാണെന്ന തെറ്റിദ്ധാരണ അവൾ ഉണ്ടാക്കിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതാണ് ബോൾഡ്നെസ്, അതാണ് എംപവർമെന്റ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കുറുക്കന്മാർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഹഷീർ പറഞ്ഞ ലോജിക്ക് ഓക്കെയാണ്, പക്ഷേ അത് അന്നത്തെ ആ നിർബന്ധം വേറെ ഒരു ഫോമിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.